അഡ്വക്കേറ്റ് അസ്ക, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് നിലവിലുള്ള അവസ്ഥ വിശദീകരിച്ചത്. നോക്കൂ, ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ്, അതും ശക്തമായ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് ഒരു ഘട്ടത്തിൽ ജനപ്രതിനിധിയായ മന്ത്രിയെ പോലും നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അതിനെ തുടർന്നാണ് ഈ കടുവയെ വെടിവെക്കാൻ ഉത്തരവിട്ടത്. പക്ഷെ നോക്കൂ, ഈ കടുവ പേടിയിൽ ഈ മേഖലയിലുള്ള ജനങ്ങൾ കഴിയുന്നത് ആദ്യമായിട്ടല്ല. എന്തുകൊണ്ട് പ്രതിഷേധം ഉയരുമ്പോൾ മാത്രം നടപടികൾ ഉണ്ടാവുന്നു? അത് കഴിഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. വനം വകുപ്പ് കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ അഡ്വക്കേറ്റ് അസ്ക? ഇതിൽ കാണേണ്ടത് വന്യജീവികളും മനുഷ്യനുമായിട്ടുള്ള സംഘർഷം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നാം നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം വാർത്തകളിലൂടെയാണ്. എന്തുകൊണ്ട് നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി കേരളത്തിൽ അത് വല്ലാത്ത തരത്തിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇതിൽ പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ ഘടകം തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വനത്തിനുള്ളിൽ ലഭിക്കേണ്ട ഭക്ഷണ സാധനങ്ങളുടെ ദൗർലഭ്യതയും വന്യജീവികളെ നാട്ടിലേക്ക് ഇറങ്ങി ഭക്ഷണം തേടുന്നതിന്റെ അവസ്ഥയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതകളൊന്നും നമുക്ക് അതിന്റെ മറ്റ് ഘടകങ്ങളൊന്നും മാറ്റിവെക്കാനാവില്ല. പക്ഷെ നിയമം മൂലം എങ്ങനെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനാകും എന്നുള്ളതൊരു വലിയ ചോദ്യമുണ്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അപാകതകളാണ് നിലവിൽ സംസ്ഥാന സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളതാണ്. 11(1) അനുസരിച്ച് ഒരു വന്യമൃഗത്തെ തുരത്തണമെങ്കിൽ, അതിനെ വേട്ടയാടണമെങ്കിൽ നിയമപ്രകാരം DFOയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കഴിയൂ എന്നുള്ളത് ഒരു വലിയ പരിമിതിയായി നിലനിൽക്കുമ്പോൾ ആ വന്യജീവി കേന്ദ്ര നിയമം നിശ്ചയമായും അമെൻഡ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്കാണ് രാജ്യം പോകേണ്ടത് എന്നുള്ള വസ്തുത നമുക്കിപ്പോ ചർച്ച ചെയ്യാൻ. ഈ ഘട്ടത്തിലല്ല അത് ചർച്ച ചെയ്യേണ്ടത്. എന്നിരുന്നാൽ പോലും വന്യജീവി സംരക്ഷണ നിയമം അടിയന്തരമായി ഭേദഗതി വരുത്തേണ്ടത് എന്റെ ആവശ്യകതയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അവിടെ എനിക്കൊരു വിയോജിപ്പുണ്ട് അസ്ക. ഇവിടെ നിയമങ്ങൾ ഉണ്ട്, പക്ഷെ എല്ലാം നിയമം പാലിച്ചിട്ടാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്? ആണോ? ഇല്ല, നമുക്ക് ഒരുപക്ഷെ ഒരു വന്യമൃഗത്തെ വേട്ടയാടിയെന്നിരിക്കട്ടെ, ഇപ്പോ DFOയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരത്തിൽ ചെയ്യാൻ കഴിയുക. പകരം റേഞ്ച് ഓഫീസർമാർക്കും ഇപ്പൊ ഉദാഹരണത്തിന് കാട്ടുപന്നിയെ വെടിവെക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരം നൽകുന്നത് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ്. പക്ഷെ അത്തരത്തിൽ നമുക്ക് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് മനുഷ്യന് വിനാശകരമാകുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതി രാജ്യത്ത് ആവശ്യമില്ല. അത് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടെടുക്കുന്നതിന് കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരില്ലെന്നേ. അവരാവശ്യം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തരമായി അത് ചെയ്താൽ കേരളത്തിൽ നിന്നുള്ള 20ഓളം വരുന്ന MP ഒരുമിച്ച് ഒറ്റക്കെട്ട ഇക്കാര്യത്തിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടാവുന്നതാണ്. അങ്ങനല്ല, നിയമം ഇപ്പോ നമുക്കറിയാലോ, കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്, ഒരു 10 കൊല്ലത്തിനിടയിലാണ് ഇത്രയധികം രൂക്ഷമായ വന്യജീവി മനുഷ്യ സംഘർഷം നടക്കുന്നത്. ആ സംഘർഷത്തിന്റെ സാഹചര്യത്തിലാണ് നാം എങ്ങനെ അതിനെ പരിഹരിക്കാനാവും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ ഇപ്പൊ നിയമ ഭേദഗതിയെ കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ല എങ്കിൽ പോലും അത്തരത്തിൽ വളരെ കുലങ്കഷമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് BJP ഭരണത്തിൽ ഉണ്ട് എന്നുള്ളത് നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല. അപ്പോ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആ നിയമം ഭേദഗതി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടെടുക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും അടിയന്തരമായി ചെയ്യാൻ കഴിയുക. അത് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് എടുത്താൽ കേരളത്തിലുള്ള 20 MP അതിനനുകൂലമായ നിലപാടെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. UDFും അതുപോലെ തന്നെ LDF ഇക്കാര്യത്തിൽ മറ്റൊരു അഭിപ്രായം കേരളത്തിൽ ഇല്ലല്ലോ. ആ നിയമ ഭേദഗതിയുടെ സാധ്യതകളെ കുറിച്ച് കൂടിയാണ് ഇത്തരം വിഷയങ്ങൾ നമുക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇപ്പോ നമുക്ക് മറ്റു തരത്തിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും, അത് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം ഈ വന്യമൃഗങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനാവുമെന്ന് കരുതുന്ന ഒരാൾ അല്ല ഞാൻ. പക്ഷെ ഇത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നിശ്ചയമായും തുരത്തിയേ മതിയാകൂ. അത് ഇപ്പോ നഗര കേന്ദ്രങ്ങളിലേക്ക് പോലും വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ശല്യം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. അതിന് നിരവധി അന്താരാഷ്ട്ര വിഷയങ്ങൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് പഠിക്കാനാവും. കാര്യം നമ്മളെക്കാൾ വൈദ്യുതി നേടിയിട്ടുള്ള വിദേശ രാജ്യങ്ങൾ പോലും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്.
ഇത് നമ്മുടെ മാത്രം പ്രതിസന്ധിയല്ല, ലോകത്താകമാനമുള്ള രാജ്യങ്ങളുടെ പ്രതിസന്ധി കൂടിയാണ്. അതുകൊണ്ടാണല്ലോ അമേരിക്കയിൽ വ്യാപകമായി കാട്ടുതീ ഉണ്ടാവുകയും ഏറ്റവും ഉന്നതരും രാജ്യത്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ സമ്പന്നർ താമസിക്കുന്ന മേഖലകളിലൊക്കെയാണ് കാട്ടുതീ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അവർക്ക് പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു അവികസിത രാജ്യം എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള കേരളത്തിന് എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഞാൻ വരാം.